ഇത് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പം ഞണ്ട് ക്ലീൻ ചെയ്യുന്നത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അറിയാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അത് നമുക്കൊരു പാൻ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുകയാണ് ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ റോസ് സ്മെല്ല് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം, അതുപോലെ ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ സവാള ഞാൻ വലിയ 3 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ അരിഞ്ഞെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ചെറിയുള്ളി ഒരു 20 എണ്ണം എടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയുള്ളി ഇതിലേക്ക് എന്തായാലും ചേർത്ത് കൊടുക്കട്ടെ, എന്നാലും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ചേർക്കുക. പിന്നെ അതിലേക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് വഴന്ന് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില, ഞാനൊരു 3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഒരു പച്ചമുളക് ഞാൻ കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളകും ഒക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 1 എടുത്തിട്ടുള്ളൂ, അത് 4ആയിട്ട് കീറിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ട്. വലിയ പച്ചമുളകായിരുന്നു. അപ്പോൾ അതും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുക. അതൊരു 1/4 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ, അതിൽ കൂടുതൽ ചേർക്കരുത് കേട്ടോ. നമ്മുടെ ഈ ഒരു ഞണ്ട് റോസ്റ്റിന് മഞ്ഞളുടെ കളറല്ല മുന്നിട്ട് നിൽക്കേണ്ടത്, ഒരു ഡാർക്ക് കളറാണ് വേണ്ടത് കേട്ടോ. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക, 1 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ പിന്നെ നമ്മൾ കാശ്മീരി മുളക് പൊടി കേട്ടോ. ആദ്യം ചേർത്തത് നോർമൽ മുളക് പൊടിയായിരുന്നു. പിന്നെ കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ആ ഒരു മസാലകളുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് തക്കാളി ചേർക്കുന്നതിന് മുന്നെയാണ് ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇതൊക്കെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷമാണ് നമ്മൾ തക്കാളി ചേർക്കുന്നത്, എന്നാലേ അതിൻ്റെയൊക്കെ പച്ചമണം ശരിക്കും പോവുള്ളൂ. അപ്പോൾ ഞാൻ 2 ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കുഴയുന്ന വരെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഉപ്പ് കുറച്ച് കുറവാ തോന്നിയപ്പോൾ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള ഞണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം ഞണ്ട് ഒരു 10 മിനിറ്റ് നമ്മൾ വെള്ളമൊന്നും ചേർക്കാണ്ട് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഞണ്ടിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങി വരും, അതിൽ കിടന്നിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കണം, എന്നാലേ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. ആദ്യം തന്നെ വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കരുത്. അപ്പോൾ ഇത് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോൾ കണ്ടോ വെള്ളമൊക്കെ അതിൽ നിന്ന് തന്നെ കുറേയൊക്കെ ഇറങ്ങി വന്നിട്ട് ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഞണ്ടിൻ്റെ ആ ഒരു ഷെല്ലിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയത് കണ്ടോ. അപ്പോൾ ഇത് വെന്ത് വരുന്നതിൻ്റെ ഇതാണ്, ഷെല്ലിൻ്റെ കളറൊക്കെ ഒരു പീച്ച് കളർ പോലെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്കൊരു 10 മിനിറ്റ് കൂടെ ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. പിന്നെ നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം അതിനനുസരിച്ച് ഇത് വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അത്ര ഗ്രേവിയിലല്ല ചെയ്യുന്നത്, ഒരു റോസ്റ്റ് രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഇനി നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് ഇത് ചേർത്ത് കൊടുക്കണം, എന്താ പറയുക, കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. നല്ല സിമ്പിളാണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അത്ര തന്നെ എടുക്കുക കേട്ടോ. സവാള ഒന്നും കുറക്കാൻ നിൽക്കരുത്. ഇതിൽ കുറച്ചൊക്കെ ഒരു ഗ്രേവി ടൈപ്പ് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം ചെറിയ സവാളയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 4 എണ്ണം എടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്